عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم يا من بيده مقاليد القضاء والأمور إليه يرجع الأمر كله. يا فتاح يا عليم افتح علينا فتحا قريبا يا فتاح يا عليم. اللهم سدد لساني واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. الحمد لله. മഖ്ദൂമിയ ദഅവ കോളേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1500-ാമത്തെ മീലാദുമായി ബന്ധപ്പെട്ട് 30 പ്രോഗ്രാം നടപ്പാടിനെടുത്ത് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഞങ്ങളെ എല്ലാ പ്രോഗ്രാമും സ്വീകരിക്കട്ടെ. അതിലെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ തപ്പും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്ക് ഏറ്റി തരട്ടെ. മച്ചാർ ഉസ്താദ് സ്ഥാപനത്തിൽ വന്നിട്ട് ജൻ്റെ പലക്കെ മുൻപേ ചൊല്ലുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതിലാണ് വലിയ പേടിയാണ് ഉസ്താദിനെ മുട്ട വന്നിട്ട് ജൻ്റെ പലക്കെ ചൊല്ലത്. അപ്പോൾ ഏതായാലും ഉസ്താദ് ചൊന്നത് ചൊല്ലുകിക്കോ അത്രേ യാരെന്ത് വിൽക്കാതെ. അള്ളാഹു നിങ്ങൾ ചൊല്ലതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുഷും അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനെ തണൽ അള്ളാഹു താല നമുക്ക് ദീർഘകാലത്തിന് അനുഗ്രഹിക്കട്ടെ. ദീനി ഖിദ്മത്തുള്ള തൗഫീഖാത്തിന് അള്ളാഹു ധാരാളം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഞങ്ങളെ മുസ്ലിമാക്കിയ ചൊല്ലത് വലിയൊരു അനുഗ്രഹമാണ്, നിഅമത്താണ്. അതിലും ഞങ്ങളെ മുതഅല്ലിമീങ്ങളാക്കിയ ചൊല്ലത് പിന്നെയും ഒരു വലിയൊരു നിഅമത്താണ്. എത്ര മുഅ്മിനീങ്ങളായ ആൾമാരുള്ളാണ് ഇപ്പോഴും മുതഅല്ലിമീങ്ങളല്ലാത്ത റായത്തിൽ അപ്പറിപ്പറ ചുറ്റി നടക്കുന്ന ആൾമാർ. അതിൽ അള്ളാഹു ഞങ്ങളെ മുതഅല്ലിമീങ്ങളാക്കിയ ചൊല്ലതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അങ്ങനെ ധാരാളം നിഅമത്തിന് അള്ളാഹു ഞങ്ങൾക്ക് തന്നത്. അതിൽ 2 നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു ചെന്നിട്ടുണ്ട്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. 2 നിഅമത്ത് ധാരാളം ആൾമാർ ആ നിയമത്തിൽ വഞ്ചിതരായോണ്ട് പോയുള്ളാറ്, ശരിക്കും യൂസ് ആക്കിക്കൊണ്ടുള്ള അതിൽ കെയർലെസ് ആക്കിക്കൊണ്ടുള്ളാറ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടിയ 2 നിഅമത്തിനുണ്ട്. അത് പ്രീഷ്യസ് നിയമത്താണ്. ഒന്ന് അസ്വഹത്ത്, ഞങ്ങളെ ആരോഗ്യ ടൈമുങ്ങ. ഞങ്ങൾക്ക് എന്തും ആക്കാവുടങ്ങത്തെ നല്ല ടൈമുങ്ങ. ഇന്നത്തെ ഖുതുബത്തിൽ ഞങ്ങൾ കേട്ട ആ 5 ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യത്തെ മുന്നിലും 5 കാര്യത്തെ നിങ്ങൾ സമ്പാദിക്കറു, നിങ്ങൾ അതിനെ യൂസ് ആക്കറുണ്ടു. ഇന്നത്തെ ഖുതുബത്തിൽ ഖതീബ്മാർ ഓതിയാർ. എന്താണ് അതിൽ നിന്ന് ഒന്ന്? അതേ സ്വഹതക ഖബല സഖമിക, നിനക്ക് രോഗബണ്ട മുന്നിലും നിന്റെ ആഫിയത്തുള്ള കാലം, നിനക്ക് ആരോഗ്യമുള്ള കാല അത് നീ വേനായം പോലെ യൂസ് ആക്കും. പിന്നൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടി അൽ ഫറാഗ്, നിനക്കുള്ള ഫ്രീ ടൈംസ്, നിനക്കുള്ള ഒഴിവ് ടൈമും വെറുതെയും നിങ്ങൾക്ക് കിട്ടുക, ഫ്രീ ആയിട്ട് കിട്ടുക കുറേ ടൈമുണ്ട്. ആ ടൈം നിങ്ങൾ യൂസ് ആക്കണം. അതിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുക തീറ. മഹാനായ യഹ്യ റളിയല്ലാഹു ചൊല്ലത് പലക്കുണ്ട്, ഇന്നൽ ഫൗത അഷദ്ദു മിനൽ മൗത്ത്. ഞങ്ങളുടെ ടൈം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ടൈമുടെ മരണത്തെക്കാണ് വലിയ ഭീകരാണ്, ഭയാനക്കാണ്, ഒരു കടുപ്പമുള്ള സംഗതിയാണ് ടൈം നഷ്ടപ്പെട്ടു പോണ്ട് ചൊല്ലത്. കാരണം ഫഇന്നൽ മൗത ഇൻഖിതാഉൻ അനിൽ ഖൽഖ്, മനുഷ്യന്മാരെ തൊട്ടുള്ള വേർപാടാണ് മരണം. അതേ സന്ദർഭത്തിൽ ഫഇന്നൽ ഫൗത ഇൻഖിതാഉൻ അനിൽ ഹഖ്, അല്ലാഹുവിനെ തൊട്ടുള്ള വേർപാടാണ് ഏത് ടൈം നഷ്ടപ്പെടുത്തേ ചൊല്ലത്. നിങ്ങൾ ടാർട്ടും ടൈം നഷ്ടപ്പെടുത്തു തീരാണ്ട് ചൊല്ലുടെ അകത്യമില്ല. എവിടെ കണ്ടെങ്കിലും ടൈമില്ല ചൊല്ല ബോർഡാണ് ഇവിടെ കണ്ടുകൊണ്ടില്ലേ. അപ്പോൾ ഉസ്താദിനെ കൂടെ പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ടൈം നഷ്ടപ്പെടുത്തലാണ്ട് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ മഹാനായ യഹ്യ റളിയല്ലാഹു അൻഹു ചെന്നതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ തുടക്കത്തിൽ ചൊന്നു, അലാമത്തു ഇറാദില്ലാഹി തആല അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി. ആവശ്യമില്ലാത്ത, അഗത്യമില്ലാത്ത, അനഗത്യ ടൈമിലോ അനഗത്യ വിഷയത്തിൽ അനഗത്യ ചർച്ചയിൽ ഒരാൾ ഇടപെടാൻ കണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ നെവർ മൈൻഡ് ആക്കിയറ, അവൻ്റെ അള്ളാഹു താല
പുട്ടുപുട്രാച്ചുള്ളേക്കുള്ള അടയാളാണ്ടാണ് ഇമാമുന ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് തുടക്കത്തിൽ ചൊല്ലി. അപ്പോൾ ടൈമൊന്നും ഞങ്ങൾ നഷ്ടപ്പെടുത്താണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ ടൈമും ഞങ്ങളുടെ മേലുള്ള ദൗത്യ ഇപ്പോൾ ഉള്ള ദൗത്യ ഞങ്ങൾ ഇൽമു പഠിക്കുന്നതാണ്. അതല്ലാത്ത ഒരു ദൗത്യം ഞങ്ങളുടെ മേൽ ഇപ്പം ഇല്ല. ഐക്യവേനായിട്ടുള്ള സർവ്വം ഞങ്ങൾ സമർപ്പിച്ചിട്ട് ഞങ്ങളെ എല്ലാ ടൈമും ഐക്യവേനായിട്ട് ഞങ്ങൾ സ്പെൻഡ് ആക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പലക്കെ ചൊല്ലു, ഇന്നീല അംകുത്തുർ റജുല അല്ലെങ്കിൽ ഇന്നീല അക്റഹുർ റജുല ഐ അൻ അറാഹു ഫാരിഗൻ ലാ ഫി അംറി ദുനിയ വലാ ഫി അംറിൽ ആഖിറ. ഒരാളെ ദുനിയാവുടെ കാര്യത്തിലും അയാൾ ശുഗൂലായിട്ടില്ല, ആഖിറത്തെ കാര്യത്തിലും അയാൾ ശുഗൂലായിട്ടില്ല. അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെങ്കാവില്ലാണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടില്ലേ. അപ്പോൾ ഞങ്ങളുള്ള നാ ചൊന്നുകൊണ്ട് വന്നേ ഞങ്ങളെ ഒരു ടൈം വേസ്റ്റ് ആവാണ്ട് ഞങ്ങളെ ഉള്ള സർവ്വ ടൈമും ഈ ദീന് പഠിക്കുകയായിട്ട് ഈ ദീനിലുള്ള കിതാബുങ്ങ മുതാലാക്കുകയായിട്ട് ഞങ്ങളെല്ലാം നീക്കി വെക്കണം. മഹാനായ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു ഔത്തുലുള്ള ഒരു പെണ്ണിಗೆ വന്ന് കേൾക്കട്, എന്താണ് നിങ്ങൾക്ക് പത്തിറും പത്തിറ് അതേപോലെ തന്നെ സോജി കൊമ്പരട്ട നിങ്ങൾ കുടിക്കിടാറാ അൽ തസ്തഹിൽ ഖുബ്സ എന്നിട്ടൊരു ചോദ്യം കേൾക്കട്. അപ്പോൾ മഹാനായ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു ചൊല്ലു, വേണ്ട, എന്തേ ബൈന മൽഗിൽ ഖുബ്സി വശുർബിൽ ഫതീതി ഖിറാഅത്തു 50 ആയ. അതേ ഒരു പത്തിരിയും സോജിയും തിന്നിട്ട് കുടിക്കിടല് നമുക്കൊരു 50 ആയത്ത് ഓതുകാവല്ലേ, ആ ടൈം നഷ്ടപ്പെട്ടു പോണ്ടല്ലേ, അതുകൊണ്ട് ഇപ്പം വേണ്ട ಅಂತ മഹാനായ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് അത്രയും മഹത്വത്തോടു കൂടെയാണ് ടൈമിടെ കണ്ട് ഈ ദീന് പഠിക്കുകയായിട്ടും ഈ ദീനെ പ്രചരിപ്പിക്കുകയായിട്ടും അങ്ങ് ഉള്ള എല്ലാ ടൈമും നീക്കി വെച്ചാൽ. മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു ഒരു സംഭവം തന്നെ വന്നുകൊണ്ടുണ്ട്. മഹാനായ സഖാവി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കുറിച്ചിട്ട് കുറേ ഉസ്താദുമാരുള്ളാറ്. തൻ്റെ ഉസ്താദുമാരെ കുറിച്ച് മാത്രം എന്തുകയായിട്ട് അള്ളൗഉൽ ലാമിഅ ലി അഹ്ലിൽ ഖർനി താസിഉള്ള കിതാബിൽ കുറേ ഉസ്താദുമാരെ മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കുറിച്ച് മാത്രം ചൊല്ലുള്ള ഒരു കിതാബ് ഇമാം സഖാവി റളിയല്ലാഹു അൻഹു കൊണ്ടു. ഇമാം സഖാവി റളിയല്ലാഹു അൻഹു കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കണം. എന്തേ കാരണം ചൊന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കിതാബ് സഖാവി റളിയല്ലാഹു അൻഹു എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു കിതാബ്, ഒരു 3 കിതാബ് ഞങ്ങൾ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടുള്ള ഈ പ്രോഗ്രാം ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തും നബി തങ്ങളുടെ ജീവന ചരിത്രവും പരിചയപ്പെടുത്തേ ഒരു 3 കിതാബായെങ്കിൽ ഞങ്ങൾ മുതാലാക്കണോ ചൊല്ലെ ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾ ഈ ഒരു സെഷനിൽ എടുക്കണം, ഞങ്ങൾ തീരുമാനിക്കണം. ഞങ്ങൾ ഒരു 3 കിതാബായെങ്കിൽ ഈ റബീഉൽ അവ്വൽ തീരുമ്പോൾ മുതാലാക്കട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നിങ്ങൾക്ക് റെഫർ ആക്കുന്ന ഒരു കിതാബാണ് അൽ ഖൗലുൽ ബദീഅ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഇ ചൊല്ലെ മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു കിതാബ്. ഈ കിതാബിടെയും മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫത്ഹുൽ മുഈന്റെ മുസന്നിഫായ സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീർ റളിയല്ലാഹു അൻഹു കിതാബ് എഴുതി. കിതാബിന്റെ പേര് അൽ അജ്വിബത്തുൽ അജീബ അനിൽ അസ്ഇലത്തിൽ ഗരീബ. അപൂർവമായ ചോദ്യത്തിന് അത്ഭുതകരമായ മറുപടി ചൊല്ലുന്ന ഒരു കിതാബ് എഴുതി. തൻ്റെ 10ഓളം ഉസ്താദുമാർ കേട്ട ചോദ്യത്തുള്ള മറുപടിയാണ് ആ കിതാബിലുള്ള. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫത്ഹുൽ മുഈനിൽ ഖാല ശൈഖുനാ ചെന്നിട്ട് കാണ്ട് അതൊക്കെ ചിലപ്പോൾ ഇയാനത്ര മുസന്നിഫ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാഷിയത്തെ മുസന്നിഫിങ്ങ ചൊല്ലാറ്. ഈ ഒരു ഖാല ശൈഖുനാ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലേ, ഇത് എവിടെയാണ് ഉള്ളേ? അപ്പോൾ ആ സംഭവങ്ങൾ മഹാനായ ഇബ്നു സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീർ റളിയല്ലാഹു അൻഹുയുടെ അൽ അജ്വിബത്തുൽ അജീബ അനിൽ അസ്ഇലത്തിൽ ഗരീബ ചൊല്ലുന്ന കിതാബിൽ കാണുക സാധ്യമാവുള്ളൂ. അപ്പോൾ ചൊന്നുകൊണ്ട് വന്ന് ആ കിതാബിലുള്ള പോണൊന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. അതേതിനെ കുറിച്ചിട്ടാണ് മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹുയുടെ അൽ ഖൗലുൽ ബദീഅ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഇ ചൊല്ലുന്ന കിതാബിലെ ഒരു ഉദ്ധരണി എടുത്തിട്ട് എന്നിട്ട് അതിൽപ്പെട്ട സഖാവി ഇമാമിനെ കുറിച്ചിട്ടുമുള്ള ചോദ്യമാണ്. അതൊക്കെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു
മറുപടി കൊടുത്തോണ്ടില്ലേ. അതായത് സഹാബി ഇമാം ഈ ഹദീസ് വിഷയത്തിലും അതുപോലെ തന്നെ താരീഖ് വിഷയത്തിലും പിന്തുടരുന്ന ആളാണ്. അയാളെ ഞങ്ങൾക്ക് ഫോളോ ആക്കുകയുള്ളൂ, അയാൾ അഭിപ്രായം സ്വീകരിക്കുകയുള്ളൂ, അർഹപ്പെട്ട ആളാണിട്ട് മഹാനായ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു കുറിച്ചിട്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ കിതാബിൽ 11ാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് കൊടുത്തോണ്ടുണ്ട്. അങ്ങനെയുള്ള സഹാബി ഇമാം സുയൂത്തി ഇമാമിന്റെ കാലക്കാരനാണ് ഇമാം സഹാബി റളിയല്ലാഹു അൻഹു. ഇമാം സഹാബി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബുണ്ട്. നേരത്തെ ചൊല്ലിയതുപോലെ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം ചൊല്ലുകയില്ലേ, അൽ ജവാഹിർ വദ്ദുറർ ഫീ തർജമത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ചൊല്ലിയ കിതാബ് ഇമാം സഹാബി റളിയല്ലാഹു അൻഹു എഴുതിയത്. അങ്ങനെ സഹാബി ഇമാം ബാക്കിയുള്ള ഇമാമുകളെക്കാളും വേർതിരിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് കിതാബിന്റെ ശൃംഖല, അതായത് സിഹാഹു സിത്ത, ഈ കിതാബെല്ലാം ഓതി തീരുമ്പോഴത്തേക്കും ഞങ്ങൾ ചിലപ്പോൾ ഓതി തീരുമ്പോൾ സീർണിയാണ് കൊടുക്കൂടെ. മഹാനവറുകൾ ഓതി തീരുമ്പോഴത്തേക്കും മഹാൻ ഓരോ കിതാബുകൾക്കും ഓതി തീരുമ്പോഴത്തേക്കും ഖത്ം എന്ന നിലക്ക് വേറെ വേറെ റിസാല മഹാനായ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു എഴുതിയത്. ഒന്ന്, അതായത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി അതിലെ എൻഡിങ് ആകുമ്പോഴത്തേക്കും ഖത്മാക്കുമ്പോൾ ഒരു കിതാബിലെത്തി ഉംദത്തുൽ ഖാരി വസ്സാമിയ ഫീ ഖത്മി സ്വഹീഹിൽ ജാമിയ ചൊല്ലിട്ടു. ബുഖാരി ഇമാമുടെ സ്വഹീഹുൽ ബുഖാരി ഉണ്ടാകുമ്പോഴത്തേക്കും മുസ്ലിം ഉണ്ടാകുമ്പോഴത്തേക്കും ഗുന്യത്തുൽ മുഹ്താജ് ഫീ ഖത്മി സ്വഹീഹ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് ചൊല്ലിട്ടു. അതേ സമയത്ത് സുനൻ അബീ ദാവൂദ് ഉണ്ടാകുമ്പോഴത്തേക്കും ബദുൽ മജ്ഹൂദ് ഫീ ഖത്മി സുനൻ അബീ ദാവൂദ്. അതേപോലെ സുനൻ നസായി ഉണ്ടാകുമ്പോഴത്തേക്കും രണ്ട് റിവായത്തിലാണ് സുനൻ നസായി കിട്ടേ. അതുണ്ടാകുമ്പോഴത്തേക്കും ഒന്ന് ഇബ്നുൽ അഹ്മർ ചൊല്ലാലുമായി ബന്ധപ്പെട്ട കിതാബാണ്. അപ്പോൾ അൽ ഖൗലുൽ മുഅ്തബർ ഫീ ഖത്മിൻ നസായി റിവായത്ത് ഇബ്നുൽ അഹ്മർ. പിന്നെ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു റിവായത്തിലാണ് വേണ്ടത്. അപ്പോൾ ബിഖിയത്തുർ റാവിൽ മുതമന്നി ഫീ ഖത്മിൻ നസായി റിവായത്ത് ഇബ്നു സുന്നി. അതുപോലെ തന്നെ സുനൻ തുർമിദി അൽ ലഫ്ദുൽ ജാമി ഫീ ഖത്മി കിതാബി തിർമിദി അൽ ജാമി. അതുപോലെ തന്നെ ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു കിതാബ് ഉണ്ടാകുമ്പോഴത്തേക്കും ഉജാലത്തുൽ ദറൂറ വൽ ഹാജ ഇന്ദ ഖത്മി സുനൻ ഇബ്നു മാജ. അങ്ങനെ ധാരാളം കിതാബുകൾ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവ അത് എൻഡിങ് ആകുമ്പോഴത്തേക്കും അൽ ഖൗലുൽ മുർത്തഖി ഫീ ഖത്മി ദലായിലുൻ നുബുവ ലിൽ ബൈഹഖി അങ്ങനെ ഒരു കിതാബിൽ. അതേപോലെ ഇമാം ഇബ്നു ഹിശാം തങ്ങളെ നബി തങ്ങളെ വിഷയത്തിലുള്ള സീറത്തിലുള്ള പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ് സീറത്ത് ഇബ്നു ഹിശാം. അത് രണ്ടാമത്തേക്കും അൽ ഇൽമാം ഫീ ഖത്മി സീറത്ത് ഇബ്നു ഹിശാം എന്നൊരു കിതാബ്. അങ്ങനെ ധാരാളം കിതാബുണ്ട്. ഖുർത്തുബി ഇമാമുടെ ആഖിറത്തുമായി ബന്ധപ്പെട്ട ഒരു കിതാബുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ ആൾമാരുടെ അവസ്ഥ എങ്ങനെയാണ്, അത്തദ്കിറ ബിഅഹ്വാലിൽ മൗത വ ഉമൂരിൽ ആഖിറ എന്നിട്ടുള്ള ഖുർത്തുബി ഇമാം ഒരു കിതാബുണ്ട്. ആ കിതാബ് ഉണ്ടാകുമ്പോൾ ഒരു കിതാബിൽ അൽ ജൗഹറുൽ മുസ്ഹിറ ഫീ ഖത്മി തദ്കിറ. ഇങ്ങനെ ധാരാളം കിതാബിൽ മഹാനാണ്. ഞാൻ ചെന്നുകൊണ്ട് വന്ന് ആ സഹാബി ഇമാം ഈ ദീനിന് എത്രയാണ് കിതാബുകൾ സമ്മാനിച്ച്, അതുപോലെ ഒരു സമയവും നഷ്ടപ്പെടുത്താട്ടെ ഞങ്ങളെ ഉള്ള എല്ലാ ടൈമും ഇതിക്ക് വേനായിട്ട് നാം നീക്കി വെക്കണം. ആ സഹാബി ഇമാം ഞാൻ ചെന്നുകൊണ്ട് വന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു കുറിച്ചിട്ട് ഒരു സംഭവം ചൊല്ലു. എന്താണ് സംഭവം? ഇബ്നു ഹജർ അൽ ഹൈതമി ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു മഹ്മൂദിയ ദർസ് പോകുമ്പോഴത്തേക്കും ഔത്തിലേക്ക് മറന്നിട്ട് ബാക്കിയായി പോണ്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ചൊല്ലു, അവിടെ മുട്ടയിന് ഒരു ആചാര്യ വിളിച്ചു ചൊല്ലു, വേഗ ഈ കീ കൊടുക്കണു ഞാൻ നിസ്കരിക്കട. അങ്ങനെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുക തുടങ്ങട്. നിസ്കരിച്ചിട്ടാകുമ്പോൾ ഈ ആചാര്യ വന്നിട്ട് പള്ളിരെ ആ മദ്രസത്തെ ബീഗ ഉടച്ചിട്ട് റെഡിയാവും. എന്നിട്ട് ആ ആചാര്യ കേൾക്കട്, അല്ല ഉസ്താദെ നിങ്ങൾക്കൊന്ന് ഔത്തു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു റാഹത്തിൽ എനിക്ക് കീ എടുത്തു പറഞ്ഞു തല്ലേ, അത് വേഗാമൻ തല്ലേ. അപ്പോ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി ചൊല്ലു, ടൈം അത് വളരെ പ്രീഷ്യസ് ആണ്, വാല്യുവബിൾ ആണ്. ഞാൻ ഔത്തു പോയിട്ട് ആ കീ എടുത്തു പറഞ്ഞു കണ്ടെങ്കിൽ കുറേ ടൈം നഷ്ടപ്പെട്ടു പോണ്ടു. അപ്പം എപ്പോഴും നിസ്കരിക്കുക ആവില്ല. അപ്പം ഞാൻ നല്ല നിസ്കാരവുമായിട്ട് കീ കൂടെ കിട്ടിയിട്ടുമായിട്ട് അതേ സമയത്ത് ഞാൻ ഔത്തു പോയില്ലെങ്കിൽ നിസ്കാരം കിട്ടില്ല, ടൈം വേസ്റ്റ് ആവൂ, അത് മാത്രത്തിൽ സ്വരവുമുണ്ട്. അപ്പോൾ കീ രണ്ടാമത്തെ യൂസ് ആക്കല്ലേ നമുക്ക് ചെന്നിട്ടു മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ടൈമിയുടെ ಬಗ್ಗೆ ഉള്ള ഒരു ഗൗരവം അവിടെ മനസ്സിലാക്കി തന്നുകൊണ്ടുണ്ട്. സംഭവം നേരത്തെ ചെന്നതുപോലെ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു മഹാനായ ഉസ്താദിനെ കുറിച്ച് എഴുതിയ അൽ ജവാഹിർ
വദ്ദുറർ ഫീ തർജിമത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ചൊല്ലിയ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ചൊന്നുകൊണ്ട് വന്നേ ഞങ്ങളെ ഒരു ടൈമും ഞങ്ങൾ നഷ്ടപ്പെടുത്തുക തീറ. ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് ഇപ്പോൾ ഈ ഇൽമു പഠിക്കുക ചൊല്ലത്. ഞങ്ങൾക്കുള്ള അത്യാവശ്യമായ ആക്കുനായ എല്ലാ ടൈമും കിട്ടെങ്കിൽ ഞങ്ങൾ ഇൽമുമായി സുഖുലാവനായ ആക്കുനായ മഹാനായ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ഇൽമു പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തിന വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അതെന്തും ഞങ്ങൾ വില വെക്കാട്ടെ അതിക്കെല്ലാം സമർപ്പിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇൽമു കിട്ടേ. മഹാന്മാർ ചൊന്നാറ് മൻ ലം യതഹമ്മൽ ദുല്ല തഅല്ലുമി സഅതൻ ബഖിയ ഫീ ദുല്ലിൽ ജഹ്ലി അബദാ. ഒരാൾ ഇൽമു പഠിക്കുമ്പോഴത്തേക്കും പണ്ട് ചില നിസ്സാരം കഴിക്കൂ, ചില പ്രയാസം കഴിക്കൂ, ചില ബുദ്ധിമുട്ട് കഴിക്കൂ. അത് ഒരാൾ സഹിക്കൂ, അതിനെ എന്താക്കൂ, അക്സെപ്റ്റ് ആക്കൂ. ഒരാൾ റെഡി ഇല്ലാണ്ട് കണ്ടെങ്കിൽ അയാൾ ജഹ്ല് ചൊല്ലെ വലിയൊരു അപകടത്തിലാണ് ബാക്കിയായി പോണ്ട, വലിയൊരു സംഗതിയിലാണ് ബാക്കിയായി പോണ്ട. ഒരിക്കലും ജഹ്ല് ചൊല്ലെ ഒരു നിന്യമായ സംഗതിയിലാണ് ബാക്കിയായി പോണ്ടാണ്ട് ഇമാമിങ്ങ ഞങ്ങൾക്ക് പടിപാട്ടുകൊണ്ടുള്ളത്. മഹാനായ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഞങ്ങളെ പോലത്തെ മുതഅല്ലിമീങ്ങളെ കുറിച്ചാണ് ആ മഹാൻ കേക്കടെ അദ്ദാഇയത്തുൽ കബീറായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചോദ്യം. എന്താണ് ചോദ്യം? മാ ദവാഉ മൻ യതസാഖലു അനിൽ ഖൈറാത്ത് വയതമായലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വഅഹ്ലിഹി വബുഗ്ദിഹി ലിശ്ശർരി വഅഹ്ലിഹി. അതേ ഞങ്ങളെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചൊല്ലാൻ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിതാബ് നോക്കുമ്പോൾ നല്ല മടി, കിതാബ് നോക്കുമ്പോൾ തലനൊമ്പല, അല്ലെങ്കിൽ കിതാബ് നോക്കുമ്പോൾ നല്ല ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. അതേ ടൈമിൽ മൊബൈൽ നോക്കാൻ കണ്ടെങ്കിൽ, റീൽസ് നോക്കാൻ കണ്ടെങ്കിൽ യാതൊരു പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. എന്താണ് കാരണമായിട്ട്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടി മഹാൻ സ്വന്തം കിതാബായ അൻ-നഫായിസുൽ ഉൽവിയ ഫീ മസാഇൽ സൂഫിയ ചൊല്ലിയ കിതാബിൽ മഹാൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് മറുപടി? അതിക്ക് 4 റീസൺ ആണുള്ളത്. ഫസ്റ്റ് റീസൺ അൽ ജഹൽ, അയ്ക്ക് പഠിപ്പില്ല ചൊല്ലതാണ് ഫസ്റ്റ് റീസൺ. അതിനെ നീക്കുനായ ഇസാലത്തുഹു ബിൽ ഇൽമി നാഫി, നാഫിയായ ഇൽമു കൊണ്ടാണ് അത് നീക്കുനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അൻ-നഫായിസുൽ ഉൽവിയ ഫീ മസാഇൽ സൂഫിയ ചൊല്ലിയ കിതാബിൽ മഹാൻ കേട്ട് കുറെ ചോദ്യത്തുകളിലെ മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഈക്കും ഇങ്ങനെ മറുപടി കൊടുത്തതായിട്ട് കണ്ട് ബാക്കിയുള്ള 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കിയെടുക്കുവാൻ ചെന്നിട്ടു അവിടെ നിപ്പാട്ടിട്ട് നെക്സ്റ്റ് നമുക്ക് പോവാം. അങ്ങനെ മഹാന്മാർ ഈ ദീനിക പേരായിട്ട് അങ്ങനെ എല്ലാം അങ്ങ് വേറൊരു ടൈം ശുഗുലുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവം നമുക്ക് കണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വർഷമാണ് നിബിത്തങ്ങോട്ട് കിട്ടേ. എന്നിട്ടും ധാരാളം ഹദീസ് ബാക്കിയുള്ള സ്വഹാബിമാരെക്കാളും ധാരാളം ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടുകയില്ല. കാരണം എല്ലാ ടൈമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട ലാസമഹു മുലാസമതൻ ശദീദ. ഒന്ന് നബി തങ്ങളെ ഇൽമുകബേനായിട്ട് ഫുൾ ടൈം ഓടകും സ്വർത്തക്ക് പോവാട്ടെ, ഏത് അങ്കടിയിൽ ബിക്കും വാണിയത്തും എന്തും പോവാട്ടെ ഇൽമുകബേനായിട്ട് മാറ്റി വെച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സ്ഥാനം എടുത്ത്. പിന്നൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാട്ടിയ ആ ഒരു അനുകമ്പവും കാരുണ്യവുമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു കിട്ടുകയില്ല. കാരണം മൂന്നാമത്തേത് ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ടുള്ള അദമ്യമായ സ്നേഹം, ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു കിട്ടുകയില്ല. കാരണം നാലാമത്തേത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്. ഒരു നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ചൊല്ലുന്നു, നിങ്ങൾ ദുആർക്കറു നാനാമീൻ ചൊല്ല. അപ്പോ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആർനെ അല്ലാഹുമ്മ അർസുഖ്നി ഇൽമൻ ലാ യുൻസാ, ഒരിക്കലും മറന്നു പോവാത്ത ഇൽമു നിനക്ക് തരണുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആർനപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീനാക്കിയിട്ട് ആ ദുആ എന്തുകൊണ്ടും മുസ്തജാബത്താണ്, അള്ളാഹു സ്വീകരിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്ത പണ്ഡിതനായിട്ട് ഹദീസ് രംഗത്തിൽ ലംഘിത്തിളങ്ങിയ മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞങ്ങളെ എല്ലാ ടൈമും അബൂ ഹുദ്ദ അബ്ദുൽ ഫത്താ അബൂ ഹുദ്ദ ചൊല്ലുടെ അയാൾ കിതാബുണ്ട് ഖീമത്തു സമൻ, എന്തുകൊണ്ടും നിങ്ങൾ വായിക്കുനായ കിതാബാണ്. ആ കിതാബിൽ ചൊല്ലി ഖദ്രിമാ തതഅന്ന തനാലുമാ തതമന്ന, നിങ്ങൾ എത്ര ഈ ഇൽമിടെ പരിഗണിക്കടാറാ, എത്ര ഈ ഇൽമിടെ നിങ്ങൾ കൺസിഡർ ആക്കടാറാ, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൽമു കിട്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടേ. മഹാനായ സർനൂജി ഇമാം ചൊന്നതുപോലെ ബിഖദ്രിൽ ഖദ്ദി തൂതാ മാ തറൂമു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടണം കണ്ടെങ്കിൽ നിങ്ങളെ നിയത്തനുസരിച്ചിട്ട് നിങ്ങൾ അധ്വാനം എത്ര കൊടുക്കടാറാ, നിങ്ങൾ എത്ര പരിശ്രമിക്കടാറാ, അത് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൽമുടെ ആ ഒരു അളവ് നിങ്ങൾക്ക്
കിട്ടേണ്ട മഹാന്മാർ പടിപാട്ടി കൊണ്ടുള്ളാറ്. അങ്ങനെ ഓരോ മഹാന്മാരും അങ്ങനെ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഈ ഖീമത്തുസ്സമാൻ, അതുപോലെ തന്നെ മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബുകളുണ്ട്. ഒന്ന് ഹിഫ്ളുൽ ഉംർ ചെന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മവാസിമുൽ ഉംർ ചെന്നിട്ടുണ്ട്, സ്വയ്യിദുൽ ഖാത്തിർ ചെന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കിതാബുകൾ, ഇതെല്ലാം ചെറിയ ചെറിയ കിതാബുകളാണ്. അതേ ചില മുത്താലിമൊക്കെ കേൾക്കിടാറ് അല്ല ഇപ്പം ഞങ്ങൾ കന്നഡെല്ലാം ഓതുമ്പോഴത്തേക്കും എങ്ങനെയാ കന്നഡ ഓതുമ്പോഴത്തേക്കും അതിലൊരു ടേസ്റ്റ് കിട്ടുവാനായിട്ട് കാദംബരി എല്ലാം ഓതിരണ്ടുണ്ട്. അപ്പോൾ അറബി കിതാബ് ഓതുമ്പോൾ ടേസ്റ്റ് കിട്ടണമെന്ന് എന്താക്കണു? അപ്പോൾ മഹാനായ ഹാഫിൽ അബിദ് ദുനിയ റളിയല്ലാഹു അൻഹു പോലത്തെ, അതേപോലെ ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, ചരിത്രത്തില് 2 ജൗസിമാരുള്ളാറ് ഇബ്നുൽ ജൗസിമാർ. ഒന്ന് ഇബ്നുൽ ജൗസി, അത് മഹാനായ 597 വഫാത്തായ മഹാനാണ് ഇബ്നുൽ ജൗസി, അബുൽ ഫറജ് ഇബ്നുൽ ജൗസി. മഹാന്റെ കിതാബാണ് ഇപ്പൊ നേരത്തെ ചൊന്ന ഹിഫ്ളുൽ ഉംർ, മവാസിമുൽ ഉംർ, സ്വയ്യിദുൽ ഖാത്തിർ, ദമ്മുൽ ഹവ തുടങ്ങിയിട്ടുള്ള കുറെ കിതാബ്. ഇതെല്ലാം ചെറിയ ചെറിയ റിസാലങ്ങളാണ്. ഇത് കിതാബ് ചൊല്ലത് മാത്രം എന്തില്ല, ഈ ഹിഫ്ളുൽ ഉംറും മവാസിമുൽ ഉംറും ഒരു അരഗಂಟೆ ഒരു ഗಂಟೆ നമുക്ക് മുതാലാക്കി തീരെ കിതാബേ ഉള്ളേ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മുതാലാക്കണം. മഹാന്മാർ ഈ ദീന് പഠിക്കാനായിട്ട് അങ്ങനെ ടൈം ചെലവാക്കി ഓരോ സന്ദർഭങ്ങൾ ഓരോ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളും അതുപോലെ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾമാരാവണം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഗൊന്തുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു പേരുണ്ട്, ഇബ്നുൽ ഖുതുബൂസ് എന്നിട്ട് ഒരു പേര്. എന്തുകൊണ്ടാണ് ഇബ്നുൽ ഖുതുബൂസുടെ പേര്? മഹാനായ സുയൂത്തി ഇമാമുക്ക് പണ്ട് മഹാനായ സുയൂത്തി ഇമാമുടെ ബാപ്പയായ ആള് വലിയ കിതാബ് നോക്കടെ വലിയൊരു ആലിമായിട്ട് എല്ലാ ടൈമിലും മുതാലാണ്. അപ്പോൾ മഹാനായ സുയൂത്തി ഇമാമുടെ ഉമ്മ ഗർഭം ചുമന്നപ്പ ബാപ്പയായ സുയൂത്തി ഇമാമുടെ ബാപ്പ പെഞ്ഞായിരട്ട് ചൊല്ലു നക്ക് ഇന്നൊരു കിതാബ് വേണം, നീ പോയിട്ട് കൊണ്ടുവരണു. അപ്പോൾ സുയൂത്തി ഇമാമുടെ ഉമ്മ സുയൂത്തി ഇമാം ഗർഭത്തിലാണ് ഉള്ളേ. അപ്പോൾ സുയൂത്തി ഇമാമുടെ ഉമ്മ എന്താക്കരുത്, കിതാബ് കൊണ്ടുവരാനായിട്ട് മക്തബത്ത് പോണ്ട്. ആ മക്തബത്ത് പോയിട്ട് കിതാബ് എടുക്കുമ്പോഴത്തേക്കാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പ്രസവിക്കടെ ഉമ്മ. അപ്പോഴാണ് പ്രസവ വേദന വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് പ്രസവിക്കടെ എതിരിൽ കിതാബ് കണ്ടു. അതുകൊണ്ടാണ് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു ഇബ്നുൽ ഖുതുബൂസുടെ പേര് പണ്ട്. സംഭവം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഐദുറൂസി ചൊല്ലാലെ കിതാബുണ്ട്. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൾമാരെ കുറിച്ച് മാത്രം ചൊല്ലുള്ള ഒരു കിതാബ് അന്നൂറു സാഫിർ ഫി അഖ്ബാരിൽ ഖർനിൽ ആശിർ ചൊല്ലിട്ടുള്ള കിതാബുണ്ട്. അതേപോലെ ഗസ്സി ചൊല്ല ആൾക്കും ഒരു കിതാബുണ്ട്, അത് അൽ കൗകബ് സായിറ ഫി അയാനിൽ മിഅത്തിൽ ആശിറ. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൾമാരെ കുറിച്ച് മാത്രം ചൊല്ലുള്ള കിതാബാണ്. അങ്ങനെ കുറെ ആൾമാർ കിതാബുണ്ട്. നേരത്തെ ചൊന്ന ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് 8ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൾമാരെ കുറിച്ച് ചൊല്ലുള്ള കിതാബും അങ്ങനെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കാൻ കണ്ടെങ്കിൽ ധാരാളം കിതാബുകൾ, ആ മഹാന്മാരുടെ സംഭവങ്ങൾ. അതേപോലെ നേരത്തെ ചൊന്നെ ഖീമത്തുസ്സമാൻ എന്തുകൊണ്ട് നിങ്ങൾ വായിക്കുന്ന കിതാബാണ്. മഹാന്മാർ ടൈമുകൾ വില കൊടുത്ത ഒരു ഇത് സന്ദർഭങ്ങൾ. അബൂഹുദ്ദ അബ്ദുൽ ഫത്ത അബൂഹുദ്ദ അയാളുടെ ആശയത്തോ വലിയ യോജിപ്പില്ലെങ്കിലും കിതാബെല്ലാം നല്ല കിതാബുകളാണ്. അയാൾ പിന്നൊരു കിതാബുണ്ട് സഫഹാത്തും മിൻ സബ്രിൽ ഉലമാ. ഉലമാക്ക ഈ ദീനിക്ക് വേനായിട്ട് സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്, എന്തെല്ലാമാണ് അങ്ങ് കേൾക്കാനായിട്ട് വന്നേ, എന്തെല്ലാമാണ് അങ്ങ് ആക്കിയ സന്ദർഭങ്ങൾ നല്ല നിലക്ക് വിശദീകരിച്ചുകൊണ്ടുണ്ട്. എന്തുകൊണ്ടും ആ കിതാബുകൾ ഞങ്ങളെല്ലാം വായിച്ചിരിക്കണം. മഹാനായ അങ്ങനെ ഞങ്ങളുടെ ടൈമുകൾ ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുക തീര. ഇബ്നുൽ മക്വി റളിയല്ലാഹു സംഭവം ഖാദി ഇയാൽ തങ്ങ എഴുതിയിട്ടുണ്ട്. തർത്തീബുൽ മസാലിക് വ തഖരീബുൽ മസാലിക് ചൊല്ലെ തർത്തീബുൽ മദാരിക് വ തഖരീബുൽ മസാലിക് ചൊല്ലി കിതാബുൽ ഖാദി ഇയാൽ തങ്ങൾ ഇബ്നുൽ മക്വി തങ്ങളെ സംഭവം എഴുതിയോണ്ടുണ്ട്. ഇബ്നുൽ മക്വി തങ്ങ ഫസ്റ്റ് പഠിക്കുന്ന കാലത്തിൽ അങ്ങടിക്കെല്ലാം ഷർത്ത് പോയോണ്ടിണ്ടാണ്. എന്ത് പോയെങ്കിലും അവിടെ എല്ലാം കിതാബ് നോക്കുന്ന സ്വറാണ് ആർക്ക്, ഇബ്നുൽ മക്വി തങ്ങൾക്ക്. ഒരു നാല് പെരുന്നാളിലുണ്ട് ഒരാൾ ഇബ്നുൽ മക്വി തങ്ങളെ കാണുകയായിട്ട് വേണ്ട. അങ്ങനെ വന്നിട്ട് ഔത്രബായിൽ തുറന്നിട്ടുണ്ട്. ആ തുറന്ന എന്തായാലും 10 പർവല്ലേ ചെന്നിട്ടു. ആ 10 വന്ന ഒരു കുർസ് പർത്തിൻ്റെ ഒരു കുർസിലും മഹാനായ ഇബ്നുൽ മക്വി തങ്ങ ദയിക്കട്. അങ്ങനെ ദയിച്ചിട്ട് കുറേ നേരം കാത്തിട്ട് ആര് പണ്ടത് കാണില്ല, ഇബ്നുൽ മക്വി തങ്ങ 10 പണ്ടത് കാണില്ല. എന്താണ് സംഭവം നോക്കുമ്പോൾ ഇബ്നുൽ മക്വി തങ്ങ ഒരു കിതാബ് നോക്കിയോണ്ടുണ്ട്. കിതാബ് നോക്കിയിട്ട് ഇബ്നുൽ മക്വി തങ്ങ ഇയാൾ പണ്ടത് കൊണ്ടുണ്ട്. പക്ഷെ ഒരു കിതാബ് കണ്ടപ്പോൾ അത് നോക്കിയിട്ടാണല്ലോ ബാക്കിയായ ഒരു നല്ലൊരു കഷ്ടമുള്ള ഒരു ഹുക്കും അത് കണ്ടെത്തുന്ന വിഷയത്തിലാണ്. ഇങ്ങനെ അതിലെ ഫുൾ മഗ്നറ
തയ്യാറായിട്ട് താറ് ഇബ്നുൽ മക്കവി തങ്ങ അങ്ങനെ ഒരാളായിട്ട് സൂചിപ്പിച്ചിട്ട് അങ്ങനെ ഇബ്നുൽ മക്കവി തങ്ങ പർത്ത് വന്നോണ്ടുണ്ടു ഈ പർത്ത് വെച്ച ആള് ചെങ്ങായിടെ ആരും കണ്ടോണ്ടില്ല ഇബ്നുൽ മക്കവി തങ്ങ കണ്ടില്ല ഇങ്ങനെ കിതാബ് ഇങ്ങനെ നോക്കി വന്നോണ്ടില്ലേ അങ്ങനെ വരുമ്പത്ത് കാണ് കാലടങ്ങിട്ട് പോണ്ടേ അപ്പോഴാണ് ഇവിടെ രണ്ടൊരാൾ കാണുക വന്നത് ഇങ്ങനെ നേരത്തെ ചൊന്നിട്ട് അപ്പോഴാണ് ഇബ്നുൽ മക്കവി തങ്ങക്ക് ഗൊന്താവിടെ അങ്ങനെ ധാരാളം ആൾമാർ കിതാബ് കൊണ്ട് ഷുഗൂലായ ഇൽമു കൊണ്ട് ഷുഗൂലായ പണ്ഡിതന്മാരുള്ളാറ് അപ്പൊ ഞങ്ങൾക്ക് ഈ ദീന് കിട്ടുമ്പോഴത്തേക്കു അത് വെറുതെയും കിട്ടിയല്ല അത് എന്തിലും ഞങ്ങൾക്ക് വെറുതെ സുലാഭത്തിൽ കിട്ടിയതുമല്ല അത്രയും കഷ്ടപ്പെട്ട മഹാന്മാരാണ് അപ്പൊ ഞങ്ങ ആ ഇൽമുടെ ഒരിക്കലും നഷ്ടപ്പെടുത്തുക തീര ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ ദൗത്യ പഠിക്കുന്നതാണ് ഇൽമു ചൊല്ലതാണ് ഞങ്ങളുടെ മേലുള്ള ഇപ്പോൾ ഉള്ള ഈ 7 വർഷത്തിൽ മാച്ചാറു സാദര മുട്ട വന്നിട്ട് 7 വർഷം നിങ്ങൾ പഠിച്ചിട്ട് ഒരാൾക്ക് ഇൽമു കിട്ടില്ല ചൊല്ലെങ്കിൽ കിണറ്റിലേ ഉള്ള കപ്പക്ക് തണ്ണി കിട്ടില്ല ചൊല്ലുന്ന വിഷയമാണ് കാരണം എല്ലാ ടൈമും ഏത് ഫന്നും എടുത്തു മാച്ചാർ ഉസ്താദ് തീരൂ അപ്പൊ ഉസ്താദ് എന്തും നിങ്ങൾക്ക് ചൊല്ലുക റെഡിയാണ് എല്ലാ വിഷയത്തിലും 24 ഗಂಟೆ ഇൽമു കൊണ്ട് ഷുഗൂലാവിടെ പർത്ത ഇമാമി ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് ചൊല്ലിട്ടില്ല ഉസ്താദ് സംഭവമേ ഞങ്ങൾക്ക് ചൊല്ലെങ്കമയ്യാവും അങ്ങനെ ധാരാളം മഹാന്മാർ ഇൽമു കൊണ്ട് ഷുഗൂലായ കുറേ ആൾമാരുള്ളാർ ഇമാം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് എന്താണ് ഹദീസ് മൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ് നിങ്ങളുടെ ദുനിയാവിൽ നിന്നിട്ട് എനിക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് നിങ്ങളുടെ ദുനിയാവിൽ നിന്നിട്ട് 3 കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമായത് എന്താണ് അത്വീബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്വല ഒന്ന് സുഗന്ധാണ് പിന്നൊന്ന് പെണ്ണുങ്ങളാണ് പിന്നൊന്ന് ഖുറത്തു ഐനി ഫിസ്വല ഈ പെണ്ണിങ്ങാ ചൊല്ലുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോതീറ നബിത്തങ്ങ എന്താ പെണ്ണിനങ്ങാൻ ഫിർസാണ് അത് ഏത് കാലത്തിലാണ് ചൊല്ലേ ഒരു പെറ്റത് ഒരു പെണ്ണ് കിടാണ്ട് കൊന്തായെങ്കിൽ ജീവത്തോടുകൂടെ മണ്ണിൽ പൂത്തിയിട്ടോ എന്നൊരു കാലം ആ കാലത്തിലാണ് പെണ്ണുങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയായിട്ട് ആ ഹദീസ് ഇറങ്ങിയ സാഹചര്യവും നബിത്തങ്ങ ചൊല്ലിയ സന്ദർഭവും അത് ഞങ്ങൾക്ക് കണ്ടെങ്കിൽ മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ അങ്ങനെ ഈ ഹദീസ് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ് ചൊല്ലുടെ ഈ ഹദീസിലെ ഓരോ മഹാന്മാരും ചൊന്നാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു അതേപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഓരോ മഹാന്മാർ ചൊന്നാറ് 4 മദ്ഹബിലെ ഇമാമാർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നിങ്ങളെല്ലാവരും ഇങ്ങനെ ചൊന്നാറ് നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം ഇങ്ങനെ ഓരോ മഹാന്മാരും ചൊന്നാറ് അത് നിങ്ങൾക്ക് കിട്ടണം കണ്ടെങ്കിൽ മഹാനായ സുയൂത്തി ഇമാമിന്റെ ശിഷ്യനായ ഒരാളുണ്ട് അടിപൊളി കിതാബാണ് എല്ലാ കിതാബും അതായത് ഇമാം സഫീർ റളിയല്ലാഹു അൻഹു കിതാബ് നുസ്ഹത്തുൽ മജാലിസ് എന്നൊരു കിതാബുണ്ട് ആ കിതാബിൽ ഈ മഹാന്മാരെല്ലാവരും ചൊന്ന സംഭവം കൊടുക്കുള്ളൂ അതിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊല്ലു എന്താണ് ചൊല്ലേ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ് 3 കാര്യമാണ് നിങ്ങളുടെ ദുനിയാവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് 3 കാര്യം തഹ്സീലി അൽ ഇൽമ ഫീ തൂലിൽ ലൈലി തർക്കു തറഫുഇ വതആലി വഖൽബു മിൻ ഹുബ്ബി ദുനിയ ഖാലി ഒന്നു ഫുള്ളായിട്ട് എന്താക്കുന്നതാണ് കിതാബ് നോക്കുന്നതാണ് ഇൽമു ഹാസിലാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടത്തെ സംഗതി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊല്ലു അതേപോലെ ഇങ്ങനെ കിതാബ് കൊണ്ട് ഇൽമു കൊണ്ട് ശുഗുലായ ആൾമാർ ഞാൻ കുറേ സംഭവം ചൊന്നുകൊണ്ടില്ലേ ഇത് ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അബൂ ഹനീഫ അൽ ഇമാമുൽ ആലമാവുടെ അതേപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദാറുൽ ഹിജ്റ അതേ ഈ മദീനത്തെ ദാറുൽ ഹിജ്റായ മദീനത്തെ ഇമാമായിട്ട് അറിയപ്പെട്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ അയിമ്മയുടെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അതേ അൽ ഇമാമു സുന്നയുടെ ഇങ്ങനെ എല്ലാവരും ഇത്ര വലിയ സ്ഥാനം അങ്ങ് കൈവരിക്കുള്ള കാരണം അങ്ങ് ഇൽമുക്ക് പേനായിട്ട് അങ്ങനെ സർവം അങ്ങ് സമർപ്പിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ള ദൗത്യം ഞങ്ങൾക്ക് വേറെ ഏതും ഷുഗുലില്ല ഞങ്ങൾക്ക് കിട്ടിയ ടൈം അങ്ങ് ഇൽമു പഠിക്കുകയായിട്ട് നിങ്ങൾ ചെലവഴിക്കണു മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ സ്വാഹിബിനുള്ള 3-4 കുടുംബത്തുകാണ് ഹനഫി മദ്ഹബ് പൂർത്തിയാവുന്നത് ഒന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 2 അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു 3-മത്തേത് മുഹമ്മദ് ഹസൻ അശ്ശൈബാനി 4-മത്തെ ഒരാളുമുണ്ട് സുഫർ ചൊല്ലാൽ ഏതായാലും ഈ 4 കുടുംബത്തുകാണ് ഹനഫി മദ്ഹബ് പൂർത്തിയാവുന്നത് അപ്പോൾ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു ടൈമും അബൂ ഹനീഫ ഇമാമിനെ വിട്ടിട്ടില്ല എന്ന് എന്ത് ഷുഗുൽ വന്നെങ്കിൽ ನಾನು ನನ್ನ ಉಸ್ತಾದರ ಕ್ಲಾಸ್ ಬಿಟ್ಟು ಬಂದಿಲ್ಲ ನಕ್ಕೆ ಎಂದು ಪ್ರೋಗ್ರಾಮ್ ಬೇಡ ನಕ್ಕೆ ಮಂಗಿಲ ಬೇಡ ನಕ್ಕೆ ಇದು ಪ್ರೋಗ್ರಾಮ್ ಬೇಡ ನಕ್ಕೆ ಒರೇ ಒಂದು ಗೋಲ್ ನನ್ನ ಅಲ್ಟಿಮೇಟ್ ಗೋಲ್ ಅಂದರೆ ನನ್ನ ಉಸ್ತಾದಕ್ಕೆ ನಕ್ಕೆ
എല്ലാം പഠിച്ചെടുക്കണം. ഞാൻ ഈ ദീനിന്റെ ഒരു ഖാദിമാവെന്ന് ചൊല്ല ഉദ്ദേശമാണ് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ടല്ലേ അബൂ യൂസുഫ് റളിയല്ലാഹുവിന്റെ മോൻ മരിച്ചപ്പ മഹാനായ അബൂ യൂസുഫ് പോയില്ല. എന്നിട്ട് തൻ്റെ അയൽവാസിന്റെ ആൾമാർക്ക്, തൻ്റെ കുടുംബത്തെ ആൾമാർക്ക് ഏൽപ്പാട്ട് ദഫനാക്കുകയും കഫനാക്കുകയും എല്ലാ കാര്യം അങ്ങനെ മേൽ ഏൽപ്പാട്ടിട്ട് ഒരു പലക ചൊല്ലു നക്ക വിട്ടു പറവ് സാധ്യമില്ല. ഞാൻ അബൂ ഹനീഫ ഇമാം ഉസ്താദിലെ ക്ലാസ് ഒരിക്കലും ഒഴിവാക്കി പറവ് സാധ്യമില്ല. കാരണം ഈ മോണ് മത്സരത്തിലാണ് യാറെ ടെൻഷനാണെന്നൊക്കെ അബൂ ഹനീഫ ഇമാമുടെ ഒരു ക്ലാസ് നഷ്ടപ്പെട്ട ചൊല്ലത്. അങ്ങനെയും മഹാന്മാർ ഈ ദീനിക പേനായിട്ട് ഈ ഇൽമുക്ക് പേനായിട്ട് അങ്ങനെ സർവം സമർപ്പിച്ചിടാറ്. അപ്പൊ ഞങ്ങളുടെ മേൽ ഞാൻ ചെന്നുകൊണ്ടുള്ള ഞങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ടുള്ളേ ഞങ്ങളുടെ മേലുള്ള ഒരേ ഒരു ദൗത്യമാണ് എനി ടൈം കിതാബുമായി ഈ ഇൽമുമായി ഈ ദീനിയുടെ സാധ്യമീങ്ങളായി ഞങ്ങൾ ചെലവഴിക്കടെ ചൊല്ലതാണ് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ ദൗത്യ. ഇങ്ങനെ മഹാന്മാർ ഞങ്ങൾക്ക് വെറുതെക്കും എന്തും ഈ ദീന് കിട്ടിയിരുന്നല്ലേ. ഈ ദീന് കിട്ടുമ്പോൾ ഈ ദീനിക്ക് പേരായിട്ട് ത്യാഗം സഹിച്ച മഹാന്മാരുള്ളാറ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു കുറിച്ച് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു കുറിച്ച് ഞങ്ങൾക്ക് വായിക്കുക സാധ്യമാവുള്ളൂ. ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു? ഈ ദീനിക്ക് പേരായിട്ട് എത്ര ത്യാഗമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു സഹിച്ചത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് ചൊന്നത് കൊണ്ട് മാത്രം 1000 അടി തിന്നുനായിട്ട് വന്നത്. എന്ത് അടിയാണ്? ചാട്ടവാറൻ കൊണ്ടുള്ള അടിയാണ്. ആട് തിന്നുനായിട്ട് വന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇമാമു സുന്നയായിട്ട് അറിയപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ അടിച്ച ഒരാൾ ചൊല്ലു അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിച്ചത്. ഞാനും ഈ തൂർ ആനെ കാണാൻ അടിച്ചിടാൻ കണ്ടെങ്കിൽ ആന ചത്തിട്ട് പോവാത്ത അങ്ങനത്തെ അടിയാണ് ഞാൻ ആര് കടിച്ചത്? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കടിച്ചത്. ആ സംഭവം ദീർഘമായ ഒരു സംഭവമാണ്. 3-4 ഒഞ്ച് വെച്ചിരിക്കറ്. മൂന്നാമത്തെ നാൾ 10 പണ്ട് ശിഷ്യന്മാർ ചൊല്ലാറ് നിങ്ങൾ 10 പന്തൻ കണ്ടെങ്കിൽ നിങ്ങളെ ആൾമാർ പിടിക്കുവാറ്, നിങ്ങളെ ശിക്ഷിക്കുവാറ്, നിങ്ങളെ തേടിയുള്ളാറ്. അപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു ഞാൻ നബി തങ്ങ 3-4 ആ ഗുഹയിൽ തെച്ചിര്. ഞാനങ്ങനെ 3-4 യാറെ തയ്ക്കറ് എന്നെ കൊണ്ട് സാധ്യമില്ല. അതുകൊണ്ട് 10 പന്ത് അങ്ങനെ ആൾമാർ പിടിക്കിടാറ്, അങ്ങനെ ശിക്ഷിക്ക് തുടങ്ങാറ്. ഒരു 4-10 അടി പോലെ 1000 അടിയാണ് തിണ്ട്. 6-7 അടി തിന്നുമ്പത്തുകു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചോരക്കാറവ് തുടങ്ങിട്ട്. എന്നിട്ടും ശിഷ്യന്മാർ കേൾക്കിടാറ് ഉസ്താദ് ഞങ്ങൾ തണ്ണി എടുക്കണം, ഉസ്താദ് തണ്ണി വേണ. അപ്പോ ഉസ്താദ് ചൊല്ലിട്ട് വേണ്ട മക്കളെ 10 അടിയല്ലേ സഹിക്കുക. ഉസ്താദ് അപ്പം വായിക്കില്ല മക്ക. പിന്നെ 8ാമത്തെ അടി 9ാമത്തെ അടി തിരുമ്പത്തുകു ഉസ്താദ് സഹിക്കില്ല. പിന്നെയും ഭയത്തിൽ എല്ലാം കാര്യമുണ്ട്, ചോര കാര്യമുണ്ട്. അപ്പൊ ശിഷ്യന്മാർ കേൾക്കിടാറ് ഉസ്താദ് തണ്ണി എടുക്കണം, തണ്ണി തരണ. അപ്പൊ ഉസ്താദ് ചൊല്ലിട്ട് വേണ്ട മക്കളെ എനിക്ക് സുന്നത്ത് നോമ്പുണ്ട്. സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പല്ല. സുന്നത്ത് നോമ്പ് ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് മഹാന്മാർ ഞങ്ങൾക്ക് ഈ ദീൻ കൈമാറിയുണ്ടല്ലേ. വെറുതെ മഹാന്മാരാക്കില്ല. മഹാനായ ആ ഇമാം ബുഖാരി റളിയല്ലാഹു കുറിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു രേഖപ്പെടുത്തത് തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് ചൊല്ല കിതാബിൽ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു തബഖാത്തു ഷാഫിയ്യത്തുൽ കുബ്ര ചൊല്ലെ ആ കിതാബിൽ നമുക്ക് കാണുക സാധ്യമാണു. എന്താണ് ഇമാം ബുഖാരി റളിയല്ലാഹു കൂടെ അബൂ യൂസുഫ് ചൊല്ലെ പിന്നൊരു മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു കൂടെ ഉണ്ട്. ആ അങ്ങനെ ഇത്ര സാഹചര്യത്തിൽ ഒരു നാല് ജാവ് ഇമാം ബുഖാരി റളിയല്ലാഹു കിടന്നുറങ്ങിയപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അപ്പ പെഞ്ചു ഇമാം ബുഖാരി അള്ളാഹു എണിക്കിട് ആ അവിടെ ചിമ്നി കത്തുപാട്ട് എന്തമാ എഴുതിര്. പിന്നെയും മറങ്ങിട്, പിന്നെയും എണിക്കിട് ചിമ്നി കത്തുപാട്ട് എഴുതിര്, ചിമ്നിക്കടത്തില് കിടക്കര്. ഇങ്ങനെ കുറേ വട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 18 വട്ട ഒരു ജാവു എഞ്ചിരണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിക്കൊണ്ടുള്ളാറ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുടെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്തുൽ കിതാബിൽ കാണുക സാധ്യമാവുള്ളൂ. ഇങ്ങനെയും പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് കൈമാറിയൊന്നുള്ളേ. ഞങ്ങളെ ഉസ്താദുമാർ മാച്ചാർ ഉസ്താദ്, ഞങ്ങളുടെ ശൈഖുനാ സൈനുൽ ഉലമാ മാണി ഉസ്താദ് അങ്ങനെ ഒരു സമയവും നഷ്ടപ്പെടുത്താട്ടെ ഈ ദീനിയുടെ ഖാദിമീങ്ങളായിട്ട് എല്ലാ ടൈമും മൈക്കുവേനായിട്ട് അങ്ങ് ചെലവഴിക്കുമ്പോൾ ഇനി ഈ ദീന് കിട്ടിയോണ്ടില്ല ഞങ്ങളുടെ കയ്യിലാണ്. ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ ദീന് അത് നഷ്ടപ്പെടുക തീറ. അത് വളരെ സുഭദ്രമായിട്ട് ഇനി പണ്ട് തലമുറകൾ ഞങ്ങൾ കൈമാറണോ. അങ്ങനെ കണ്ടെങ്കിൽ ഞങ്ങളെയുള്ള എല്ലാ ടൈമും ഈ ദീന് പഠിക്കുവാനായിട്ട് ഞങ്ങൾ ചെലവഴിക്കുമ്പോഴത്തേക്ക് മാത്രം ഞങ്ങൾക്ക് ഇൽമു കിട്ടുക. നേരത്തെ ചെന്നതുപോലെ ഞങ്ങൾ എത്ര പരിഗണിക്കണമോ എത്ര കൺസിഡർ ആക്കണമോ അത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇൽമു കിട്ടുക. മഹാന്മാരെ ആ സംഭവങ്ങൾ ഞാൻ നേരത്തെ ചൊന്ന സ്വഫഹാത്തു മിൻ സബറിൽ ഉലമാ
ഉലമാക്കങ്ങ സഹിച്ച ത്യാഗങ്ങ അതിൽ അബൂ ഹുദ്ദാസുടെ ആള് രേഖപ്പെടുത്തിയുണ്ട്. ഓരോ സംഭവങ്ങ മഹാന്മാരെ കുറിച്ചിട്ട് കാണുക സാധ്യമാവുള്ളൂ. ആറ് ഞങ്ങളെ മിഷ്കാത്ര മുസന്നിഫായ ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കെല്ലാം ഗൊന്തിക്കു. ആ മഹാൻക്ക് അത്തഹദീബ് ചൊല്ലൊരു കിതാബ് കിട്ടു. അബൂ മൻസൂർ ലുഗത്തിലുള്ള കിതാബാണ് അത്തഹദീബ്. ആരത് അബൂ മൻസൂർ അൽ അസ്ഹരി ചൊല്ലാൻ കിതാബാണ് ആ മഹാൻ. അപ്പോൾ ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു എന്തിനാക്കട് ഈ കിതാബ് നക്കൊന്ന് നോക്കണു, ഇതിലിന്നെ വിഷയമെല്ലാം തഹ്തീഖാക്കണു, നക്കെതിരെ എഴുതിയെടുക്കണു ചെന്നിട്ടു ആ മഹാൻ ഈ മഹാന്റെ തിബ്രിസ് ചൊല്ല റായത്തിൽ നിന്നിട്ട് മഅറ ചൊല്ല റായത്തിക്ക് കാലുകൊണ്ട് നടക്കുമ്പോത്തുകു മഹാൻ ഈ തഹദീബ് ചൊല്ല് കുറേ വാള്യമ്മൻ്റെ കിതാബ് ഒരു ഗോണിലാക്കിയിട്ട് ആ ഗോണി കുഞ്ചിനെ പുറത്ത് നടക്കട് മഹാൻ. അങ്ങനെ നടന്ന് മഅറ ചൊല്ല ജാഗിക്ക് എത്തുമ്പോത്തുകു മഹാൻ ബേർത്ത് കുളിച്ചിരിക്കര്. ആ ബേർപ്പു ഇത്തിട്ട് ആ കിതാബെല്ലാം ചണ്ടിയായി പോയിട്ടിരിക്കര്. ഫുൾ ചണ്ടിയാണ്. ഒരാൾ ഇത് ഗൊന്തില്ലാത്ത ഒരാൾ കേട്ടെങ്കിൽ ഈ കിതാബിലെ തണ്ണിൽ മുക്കി എടുത്തേണ്ടി ബാരിക്കുവാറ്. അത്രയും പ്രയാസങ്ങളെ സഹിച്ചിട്ട് ഒരു വിഷയം പഠിക്കുകയായിട്ടാണ് മഹാന്മാർ എന്താക്കടെ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് പോകെല്ലാം സൗകര്യമുണ്ട്, എവിടെയും എത്തിപ്പെടുക സൗകര്യമുണ്ട്. ഏത് കിതാബ് വേണമെങ്കിലും ഇത്ര നേരം നാ ചൊന്ന കിതാബുകളെല്ലാം ഒരു ജസ്റ്റ് ഗൂഗിൾ ഉസ്താദോട്ട് കേട്ടെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഗൂഗിൾ തണ്ട് എല്ലാം തണ്ട് ഗൂഗിൾ. അപ്പോൾ ആ കിതാബ് ഞങ്ങൾക്ക് മുതാലാക്കുക മാത്രമാണ് ഞങ്ങൾക്കുള്ളേ. ഞങ്ങൾക്ക് എന്ത് സൗകര്യമാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സംഭവം കേൾക്കുക സാധ്യമാവും. ഇത്രയും വലിയ മഹാനാണ്. ഹദീസ് രംഗത്തിലും ഫിഖ് രംഗത്തിലും എല്ലാത്തിലും അടിപൊളിയായ ഒരു ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹു ജീവിതം എങ്ങനെ പഠിക്കുക കഷ്ടം വന്നിട്ട് പ്രയാസം എന്നിട്ട് തുടക്കകാലത്തിൽ എന്തുമില്ലാണ്ട് ഔത്തുലിനെ മാഡ്രെ പക്കാസങ്ങ വിത്തിട്ടാണ് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രയാസമൊന്നും ഇല്ല. പഠിക്കുക ഞങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങൾ ദച്ചി കൊടുക്കുക മാത്രമേ ഉള്ളൂ, ഞങ്ങളെ ടൈം സ്പെൻഡ് ആക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താക്കുന്നു, ഞങ്ങളെ ടൈം ഞങ്ങൾ എന്താക്കുക തീരാ വെറുതെ നഷ്ടപ്പെടുത്തുക തീരാ. മഹാന്മാരുടെ ചരിത്ര കാണുക സാധ്യമാവുള്ളൂ. ആ തദ്രീബുൽ നേരത്തെ ചെന്ന തദ്രീബുൽ മസാലിക് തദ്രീബുൽ മദാരിക് തഖരീബുൽ മസാലിക് അതിൽ കുറേ മഹാന്മാരെ സംഭവം ചൊല്ലുന്നുണ്ട്. ഒരു മഹാൻ ഇങ്ങനെ പ്രയാസത്തിൽ നടന്നിട്ട് നടന്ന് എത്തുകാവാണ്ടാകുമ്പോഴത്തേക്കു അവസാനം മഹാൻക്ക് തണ്ണിയും കിട്ടില്ല, ഫുഡും കിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മഹാൻ ലാസ്റ്റിക്ക് ഈ ഞങ്ങൾ എന്താണ് തന്നെയാണ് മൂത്രഭിത്രി. അതേ സന്ദർഭത്തിൽ ആ മഹാൻക്ക് ആ ബെയിലും മറുഭൂമിയിൽ നടന്നുകൊണ്ട് ചോരമൂത്രഭീത്തിയ സംഭവം ജണ്ടുപെട്ട ചോരമൂത്രഭീത്തിയ സംഭവം മഹാനായ മുഹമ്മദ് ബിൻ ത്വാഹിർ അൽ മഖ്ദസി റളിയല്ലാഹു അൻഹു സംഭവത്തിൽ നമുക്ക് കാണുക സാധ്യമാവും. ഇതുപോലെ ധാരാളം ആൾമാരുള്ളാർ. ആ ആൾമാരെല്ലാം ഈ ദീനിക്ക് പേനായിട്ട് സഹിച്ച ത്യാഗങ്ങ അത് ഞങ്ങൾ ഒരിക്കലും മറക്കുക തീര. അങ്ങ് ആ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ഇൽമു കിട്ടിയോണ്ടില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണു, ഞങ്ങളുള്ള എല്ലാ ടൈമും ഈക്ക് പേനായിട്ട് ഞങ്ങൾ നീക്കി വെക്കണു, പഠിക്കണു, അധ്വാനിച്ച് പഠിക്കണു. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇൽമു കിട്ടു. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ സഹ്നൂൻ റളിയല്ലാഹു അൻഹു സംഭവം ഉണ്ട്. എന്താണ് സംഭവം? മഹാൻ ഇങ്ങനെ കിതാബിൽ കൊണ്ട് ഷുഹൂലായോണ്ട് റുജാവ് മഹാൻ ഇങ്ങനെ കിതാബിലെ ഷുഹൂലായിട്ട് മഹാൻ ഒരു ഖാദിമിൻത്ത് ഒരു അടിമ സ്ത്രീൻത്ത് ഉമ്മു ഖുദ്ദാം ഉണ്ടാണ് പേര്. ആ സ്ത്രീ വന്നിട്ട് മഹാൻക്ക് ഫുഡ് കൊമ്പന്നിട്ട് കൊടുക്കുന്നുണ്ട്. ബാരിക്കുമ്പോഴത്തേക്കും മഹാൻ എല്ലിയോണ്ടുണ്ട്. അങ്ങനെ കുറേ നേരം കാക്കിട്. കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിങ് എന്താക്കിട് ബായിക്ക് കൊടുക്കൂടും. ആരെ? മഹാനായ മുഹമ്മദ് ബിൻ സഹ്നൂൻ റളിയല്ലാഹു അൻഹു ബായി കൊടുക്കൂടും. മഹാൻ ഇങ്ങനെ തിന്നరు. മഹാൻ ഗൊന്താവില്ല, മഹാൻ എൽത്തിലേ ഉണ്ട്. അങ്ങനെ സ്വഭയാകുമ്പോഴത്തേക്കാണ് മഹാൻ ഗൊന്താവിടെ ഈ പെണ്ണിങ് ഉടമേ നിന്നിട്ടുണ്ട്. പെണ്ണിങ് നിന്നിട്ട് പെണ്ണിങ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ മഹാനായ മുഹമ്മദ് ബിൻ സഹ്നൂൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റബ്ബ് ഞാൻ ഗൊന്തായില്ല ജാവെല്ലാം നീನು കഷ്ടപ്പെട്ടെ, അപ്പോൾ നീ കൊമ്പന്നെ ഫുഡ് കൊണ്ട് കൊമ്പാട്ട്. പിന്നെ ആര് ചൊല്ലു? മുഹമ്മദ് ബിൻ സഹ്നൂൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, യഥാർത്ഥത്തിൽ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടായിട്ട് പെണ്ണിങ്ങ ചൊല്ലു, ഞാൻ നേരത്തെ നിങ്ങളെ വാങ്ങി തന്നല്ലേ, യാ റബ്ബ് എനിക്ക് ഗൊന്തായില്ലല്ലേ എന്നിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സഹ്നൂൻ റളിയല്ലാഹു അൻഹു അത്രയും അങ്ങനെ ജാവും പോലും അങ്ങ് എല്ലാം ഈ ദീനിക പേനായിട്ട് അങ്ങ് മാറ്റിവെച്ചത് കൊണ്ടാണ് അങ്ങ് അത്രയും വലിയ ആലിമീങ്ങളായ അങ്ങ് മഹാന്മാരായ അള്ളാഹു തൃപ്തിപ്പെട്ട ആൾമാർ അങ്ങ് ആയെ. അതുകൊണ്ട് ഞങ്ങളുടെ ടൈം ഇങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുക തീര. അതെ, ഞങ്ങൾ ഒരു നല്ലൊരു ചിരിക്കുള്ളൊരു സംഭവം ഉണ്ട്. അതായത് നല്ല എപ്പോഴും കിതാബ് എന്താണ് മുതാലാക്കടെ കിതാബിടെ ഷോർട്ട്
ഷോർട്ട് ആക്കടെ ഏത് വലിയ കിതാബ് കിട്ടെങ്കിലും അത് ഷോർട്ട് ആക്കട ഒരു പതിവാണ് ഇബ്നുൽ അയ്യൂൻ റളിയല്ലാഹു അൻഹു. ഈ സംഭവം നഫ്ഹുത്തീബ് ചൊല്ല അല്ലാമ ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു കിതാബിൽ നമുക്ക് കാണുക സാധ്യമാണ്. എന്താണ് സംഭവം? അതായത് മഗ്രിബിലുള്ള കുറേ ആൾമാർ ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ചിട്ടിരുന്നപ്പ അവിടെ ഒരു ഉദ്ദത്തെ ഒരാൾ ഇങ്ങനെ പോണ്ടു, നീണ്ട ഒരാളാണ്. അയാളെ പോകുമ്പോഴത്തേക്കും അതിൽപ്പെട്ട ഒരാൾ ചൊല്ലു, അയാളെ മീത്തു ഇബ്നുൽ അയ്യൂൻ കണ്ടെങ്കിൽ ചുരുക്കിയിട്ട് പുറത്ത് ഷോർട്ട് ആക്കത്ത്. എന്താണ് എന്ത് കാണത് സൂചിപ്പിക്കടേ? മഹാനായ ഇബ്നുൽ അയ്യൂൻ റളിയല്ലാഹു അൻഹു അത്രയും കിതാബ് ഷോർട്ടാക്കി, അത്രയും കിതാബ് അതായത് വലിയ വലിയ കിതാബുങ്ങ ഷോർട്ടാക്കിയിട്ട് എഴുതരെ. ഇങ്ങനെ ധാരാളം ഇമാമിങ്ങളെ സംഭവത്തിൽ നമുക്ക് കാണുക സാധ്യമാവും. റൗദത്തുൽ ത്വാലിബീൻ ചൊല്ലത് പിന്നൊരു കിതാബ് ഷോർട്ടാണ്. അങ്ങനെ പല റൗദത്തുൽ ത്വാലിബ് പിന്നാടും, പിന്നെ മിൻഹാജുൽ ത്വാലിബ്, അങ്ങനെ കുറേ കിതാബ് മൻഹജുൽ തുല്ലാബ് ഉണ്ടാവും. അങ്ങനെ ഷോർട്ടാക്കട പതിവ് ഇമാമിങ്ങൾ കൂട്ടത്തിലുണ്ട്. അതിൽ അറിയപ്പെട്ട ആളാണ് ആര്? മഹാനായ ഇബ്നുൽ അയ്യൂൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ സംഭവം അതായത് ഇങ്ങനെ ചൊന്ന ഈ ഒരു വിഷയ നേരത്തെ ചൊന്ന അല്ലാമ ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹുടെ നഫ്ഹുത്തീബ് ചൊല്ല കിതാബിൽ നമുക്ക് കാണുക സാധ്യമാവും. മഹാനായ ഇബ്നു റുസ്ലാൻ റളിയല്ലാഹു അൻഹു ഒരു നാല് ബാപ്പ ഈ കുങ്കുമ പൊടിയൊക്കെ ലഭിക്കടല്ലേ, അങ്ങനെ പൊടി കുങ്കുമ പൊടി ആണ്ടില്ല, പൊടിങ്ങ ബിക്കടെ അങ്കടിയിൽ എന്താക്കട് മഹാനായ ഇബ്നുൽ റുസ്ലാന്റെ ബാപ്പ ദെപ്പാട്ട് തെല്ല് ദയ്യപ്പ നാനത്തിൽ അപ്പുറം പോയി ബണ്ടാണ്ട് ബാണിത്തെ ദെപ്പാട്ട് ഇബ്നുൽ റുസ്ലാൻ ബാപ്പ പോയപ്പോൾ കിതാബ് എടുത്ത് മുത്താലാക്ക തുടങ്ങിയിട്ട് മഹാൻ കഥാണ് ടേസ്റ്റ് ബിക്കട ബാണിയാക്കതല്ല. അപ്പോൾ കിതാബ് ഇങ്ങനെ മുത്താലാക്കി ആക്കിയിട്ട് ഇതിലെല്ലാം ഈ കച്ചവടത്തിൽ ഫുള്ള് നഷ്ടമാണ്. അപ്പോൾ മഹാനായ ഇബ്നുൽ മുഖ്രി ആയ ഇബ്നു റുസ്ലാൻ റളിയല്ലാഹു അൻഹുടെ ബാപ്പ എന്താക്കട്, നിക്ക് ഈ സ്വറാവല്ല, നിക്ക് ഏത് മാത്രം സ്വറാവൂ, നിക്ക് കിതാബ് മുത്താലാക്കട സ്വറ മാത്രമാവും ഉണ്ടു. മഹാനായ ഇബ്നു റുസ്ലാൻ്റെ അവിടെ നിന്ന് കടത്തിയിട്ട് നീ കിതാബ് മുത്താലാക്ക് പോയിട്ട് കടത്തര്. അങ്ങനെ ഈ ഫുള്ളി കിതാബുമായിട്ട് ശൂലായ ആൽമാർ. അതുകൊണ്ട് ഞങ്ങളെ ഒരു ടൈമും ഞങ്ങൾ നഷ്ടപ്പെടുത്താണ്ട് ഈ ദീന് പഠിക്കുകയും ഈ ദീനിക്ക് പേനായിട്ട് ഞങ്ങൾ ചെലവഴിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ യഥാർത്ഥമായ മുത്തഅല്ലിമീങ്ങളാവിടെ, യഥാർത്ഥമായ അള്ളാഹുടെ ദീനിയുടെ ഖാദിമീങ്ങളാവിടെ. അള്ളാഹു മലക്കുങ്ങ തൃപ്തിപ്പെട്ട ആൾമാർ, മലക്കുങ്ങ ചിറക് താഴ്ത്തതിൻ്റെ ആൾമാർ ഈ ദീനിക്ക് പേനായിട്ട് ഞങ്ങൾ എല്ലാം സമർപ്പിക്കുമ്പോൾ കാണുന്ന അവിടെ അള്ളാഹു അത്തരത്തിലുള്ള കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമു തരട്ടെ. ധാരാളം കിതാബ് നോക്കുകയും മുത്താലാക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖാക്കി തരട്ടെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുഷ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. السلام عليكم ورحمة الله وبركاته.